ഹലോ ഫ്രണ്ട്സ്, എഫക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ്. എങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കിയെടുക്കാന്നുള്ള ഒരു സിമ്പിൾ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ ക്ലാസ്. ഒരു സോളിഡ് കളർ കൊടുക്കുന്നു, എന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് വയ്ക്കുന്നു, അതിനെ ഫ്ലിപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഗ്രേഡിയൻ്റ് മാപ്പ് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു നോർമൽ സൈസാണ്, 1080x1350 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈസിൽ ഇത് വർക്കൗട്ട് ചെയ്യാം. ഇനി പ്രത്യേകിച്ച് സൈസൊന്നുമില്ല, നമ്മൾ റിഫ്ലക്ഷൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ലെയർ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് താഴെ വന്നിട്ട് ഈ പ്ലസ് കണ്ടില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതാ നമുക്കൊരു ന്യൂ ലെയർ വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ന്യൂ ലെയറിൽ നമുക്കൊരു റീനെയിം ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു കളർ കൊടുക്കുന്നു, ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വന്നിട്ട് നമ്മളൊരു സോളിഡ് കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം, സോളിഡ് കളർ. അപ്പോഴത്തേക്കും നമുക്കൊരു കളർ പിക്കറിൻ്റെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ബ്ലാക്ക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു എനർജി ഡ്രിങ്കാണ്. എനർജി ഡ്രിങ്കിൻ്റെ പിക്ക് വെച്ചിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പിക്ക് ഞാൻ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ക്ലാസ്സാണിത്. ഞാൻ ഒരുപാട് തവണ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഈ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നത്, പല രീതിയിലുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടെ ഇത് സെർച്ച് കേട്ടോ, കണ്ടോ. അപ്പോൾ നമ്മളൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് എൻ്റർ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആ ടിക്കിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ടിക്കാണ് കൊടുക്കുന്നത്, അപ്പോഴത്തേക്കും അത് ഫില്ലായി വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഷോ ട്രാൻസ്ഫോം കൺട്രോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് നമുക്ക് ടിക്ക് ചെയ്യാം, വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്തിടാം. പക്ഷേ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി സ്കെയിൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്യുകയാണ്. ഒരു കോർണറിൽ പിടിച്ചിട്ട് സ്കെയിൽ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ ഒരു സൈസ് മതി. എന്നിട്ട് സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കുക. നമുക്ക് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കോപ്പി നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് കൺട്രോൾ ജെ അടിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതല്ലെങ്കിൽ ഇതിനെ വലിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ പ്ലസ്സിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ അടുത്തോട്ട് വരണം. അപ്പോൾ ഒരു കർവായിട്ടൊരു സംഭവം വരും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമിൻ്റെ ഫുൾ 4 വശവും വരുന്നൊരു സംഭവം വരും. അവിടെ നിന്ന് നമ്മൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കണം. അവിടെ നിന്ന് ഫ്ലിപ്പ് വെർട്ടിക്കൽ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് നമ്മൾ റിഫ്ലക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് ചെയ്യാനുള്ളത്. എന്നിട്ട് ഇതിനെ വലിച്ച് ഡ്രാഗ് ചെയ്ത് താഴോട്ട് വയ്ക്കുകയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തോ, അപ്പോഴത്തേക്ക് നമുക്ക് ചേഞ്ച് വരത്തില്ല, സൈഡിലോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങത്തില്ല. എന്നിട്ട് ആ ടിക്ക് അങ്ങ് കൊടുക്കുക. ഓക്കെ, സംഭവം റിഫ്ലക്ഷൻ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാസ്കിങ്, ദെൻ ഗ്രേഡിയൻറ്റ്. ഫസ്റ്റ് മാസ്കിങ്ങിൽ ചെയ്യാൻ പോകുന്നത് ഇതാണ് മാസ്കിങ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് വേണം ഇവിടെ മാസ്കിങ് കൊടുക്കാൻ. ഓക്കെ, അതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ലെയറുണ്ട്. അടുത്ത് നമ്മൾ ഈ ലെയർ വേണം സെലക്ട് ചെയ്തിട്ട് വേണം ഗ്രേഡിയൻറ്റ് മാപ്പ് ചെയ്യാൻ പോകുന്നത്. ഗ്രേഡിയൻ്റാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഗ്രേഡിയൻറ്റ്. ഇതിൽ ഷോർട്ട് കീ എന്ന് പറയുന്നത് ജി ആണ്. കീബോർഡിൽ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂളിലോട്ട് പോവാം. അവിടെ നിന്ന് നമ്മൾ ടോപ്പിൽ വരുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് വരും. പ്രീസെറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്, വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ളത്. അഥവാ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വന്നിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം, ഇഷ്ടമുള്ള കളർ. കണ്ടില്ലേ, നമുക്കിവിടെ നിന്ന് പല കളർ സെലക്ട് ചെയ്യാം. ഓപ്ഷൻ അങ്ങനെ ഡിഫാൾട്ടായിട്ട് ഇല്ലെങ്കിലുള്ള കാര്യമാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. പല കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കളറാണ് കൊടുത്തത്. അത് പോയിട്ട് നമ്മൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇതാണ്. അതിൽ ഫസ്റ്റ് കിടക്കുന്നത് വേണം സെലക്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് മേളിലോട്ടാക്കുക. കണ്ടില്ലേ, ഷെയ്ഡ് ഫോം ചെയ്ത് വന്നാൽ കണ്ടില്ലേ. നമുക്കിപ്പം ഇവിടെ നിന്ന് മതി. ഇപ്പോൾ ഒരുപാട് താഴോട്ട് അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതുവരെയൊക്കെ അതിൻ്റെ റിഫ്ലക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ പോയിന്റിൽ പ്രസ് ചെയ്തിട്ട്
ഡ്രാഗ് ചെയ്ത് മേളിലോട്ടാക്കുക. കണ്ടില്ലേ? നമുക്കത് എത്രത്തോളം വേണം അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് പൊക്കും തോറും അത് തിന്നായിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു സംഭവം മതി. കുറച്ചുകൂടെ ഡാർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കാക്കാം. കണ്ടില്ലേ? എത്ര വേണോ നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അടുത്തിനി ചെയ്യാൻ പോകുന്നത് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ സെറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഇപ്പം ബ്ലാക്കാണ് കിടക്കുന്നത്, അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു ബ്ലാക്ക് കൂടെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ കാണാൻ അടിപൊളിയായിരിക്കും. അത് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക. അവിടെ നിന്നൊരു വീണ്ടും ഒരു ന്യൂ ലെയർ എടുക്കുക. ഇവിടെ വന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രഷ് ടൂളാണ് എടുക്കുന്നത്. ബ്രഷ് ടൂൾ, അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ബി ആണ്. ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബ്രഷ് ടൂളിലോട്ട് പോവാം. അപ്പം ഞാൻ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു. അവിടെ നിന്ന് ബ്രഷ് ടൂളിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ളൊരു ടൂൾ എടുത്താൽ മതി, ഇഷ്ടമുള്ളൊരു ബ്രഷ് എടുത്താൽ മതി. ഇപ്പോൾ ഇത് സൈസാണ്, നമുക്ക് ചെറുത് വലുതൊക്കെ ആക്കാം. ഇപ്പോൾ ഞാൻ ഒരു 202 കൊടുത്തു. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ എല്ലാം നോർമൽ കൊടുക്കുക. അത് പോയിട്ട് ഒപ്പാസിറ്റി 100, ഫ്ലോ 100, ബാക്കിയെല്ലാം സ്മൂത്ത്, ബാക്കിയൊന്നും ചെയ്യണ്ട. ഏതെങ്കിലും ഒരു ബ്രഷ് എടുക്കുക. ഇപ്പോൾ ഒരു ബ്രഷ് ഞാൻ സെലക്ട് ചെയ്തു. അടുത്തിനി ഒരു കളർ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറാണ് നമ്മൾ നേരത്തെ കിടന്നത്, പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ മേളിലോട്ട് വെച്ച് ഞാൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് സ്കെയിൽ ചെയ്ത് ഒരറ്റത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ ഈ ഒരു അറ്റത്തോട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ആ ഷെയ്ഡ് നമുക്കൊന്ന് റിയലിസ്റ്റിക്കായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു സിമ്പിൾ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എഫക്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടെ എഫക്സിൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക.